ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ ഉടനെ ആമിക്കുട്ടി കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് എടുക്കണം നമ്മൾ. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഒരു ചെടിയൊക്കെ നട്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വീടിൻ്റെ അടുത്ത് ഒരു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് വേപ്പിൻ്റെ തൈ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നട്ടു. ഇന്നലെ എടുത്ത് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ നടന്നു. കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞ് നേരെ ചായക്ക് വെള്ളം വെച്ചു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇന്നലെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് കഴുകി എടുത്തു. അപ്പോൾ അങ്ങനെ അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അപ്പോഴത്തേനും നമുക്കവിടെ ചായയുടെ വെള്ളം തിളച്ചു കിട്ടും. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ചായയൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ഗ്രീൻ പീസ് എടുത്തിട്ട് കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഒരു 5 വിസിലൊക്കെ മതിയാവും. അപ്പോഴത്തേനും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആമിക്ക് റാഗിപ്പൊടിയാണ് കേട്ടോ, എലൈറ്റിൻ്റെ റാഗിപ്പൊടി വെച്ചിട്ട് കുറുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് വിടാം. അരിയൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് റാഗിപ്പൊടി ആദ്യം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുക്കിയിട്ടുള്ള ശർക്കരയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കത് കുറുക്കി റാഗിപ്പൊടിയുടെ ഒരു കുറുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ 2 എഗ്ഗ് സോൾട്ടും പെപ്പറും ഇട്ടിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഒക്കെ റെഡിയായി. പിന്നെ കുറച്ച് ബിസ്ക്കറ്റും പിന്നെ ഒരു ആപ്പിൾ കട്ട് ചെയ്തത്. ഇതായിരുന്നു ഇന്നത്തെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ച് ഒന്ന് ഫ്രഷായിട്ട് അമ്പലത്തിൽ പോയിട്ട് ഞാനും അമ്മയും ഇന്നലത്തെ പോലെ വെളുത്തായിട്ട് അമ്പലത്തിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അവിടെ വെച്ച് കുറച്ച് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ ഒക്കെ. അപ്പോൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞാനും ആമയും കൂടിയും. അപ്പോൾ ആമി അവിടെ നടന്നൊക്കെ കളിക്കായിരുന്നു കേട്ടോ. ഫുൾ കളിയും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഗ്രീൻ പീസ് കറിയും കൂട്ടി കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് അടിപൊളിയായിട്ട് മത്തി വാഴയിലയിൽ പൊള്ളിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് മാത്രം മതിയായിരുന്നു കേട്ടോ ചോറ് ഫുള്ള് കഴിച്ച് കഴിയാൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അത് ഞാൻ ഷോർട്സിലൊന്ന് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു റാഗീൻ്റെ ഒരു ഹെൽത്തി ഷെയ്ക്കും ഉണ്ടാക്കി. അതിൻ്റെയും വീഡിയോ ഷോർട്സിലിടാം കേട്ടോ. ഇതരായപ്പോഴത്തേനും ലഞ്ചും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.